Hi friends, it's me Priya Hari Prasad. Once again, welcome back. Welcome to the world of economics. Hope that you all are fine, safe and happy. ഇനി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പം ഇൻകത്തിന്റെയും എക്സ്പെൻഡിച്ചറിന്റെയും സർക്കുലർ ഫ്ലോ എങ്ങനെയാണ്, ഓക്കെ, അതിൽ 2 സെക്ടർ, 3 സെക്ടർ, 4 സെക്ടർ, അങ്ങനെ കംപ്ലീറ്റ് മോഡൽസും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡിഗ്രി PG ലെവൽ സ്റ്റുഡൻസിന് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. മാക്സിമം ഈ വീഡിയോ എല്ലാവരും കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. ഓക്കെ, അപ്പം എന്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇൻകമും എക്സ്പെൻഡിച്ചറും ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സർക്കിൾ പോലെ എന്ന് വെച്ചാൽ എന്താണ്, ചാക്രിക പ്രവാഹം എന്നാണ് പറയുന്നത് അല്ലെ. ഇതിനെ ചാക്രിക പ്രവാഹം എന്ന് വെച്ചാൽ ഒരു ചക്രം കറങ്ങുന്ന പോലെ ഇങ്ങനെ ഇൻകവും എക്സ്പെൻഡിച്ചറും എഗെയിൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ബിഫോർ ദാറ്റ് നമ്മൾ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ പറയണം. എന്താണ് ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പറയുന്നത്? അപ്പം ഇറ്റ് ഡെപിക്ട്സ് the interrelationship and interdependence between the different sectors of the economy. It depicts the interrelationship and interdependence between the different sectors of an economy. ഒരു എക്കോണമിയിലുള്ള പല മേഖലകൾ ഉണ്ടാവുമല്ലോ അല്ലെ. എന്തൊക്കെ മേഖലകൾ ഉണ്ടാവും? ഫേംസ് ഉണ്ടാവും, ഹൗസ് ഹോൾഡ് ഉണ്ടാവും, ഗവൺമെന്റ് സെക്ടർ ഉണ്ടാവും, ഫോറിൻ സെക്ടർ ഉണ്ടാവും, അങ്ങനെ പല മേഖലകൾ ഉണ്ടാവുമല്ലോ. അപ്പം ഈ മേഖലകളുടെ ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് വെച്ചാൽ പരസ്പര ആശ്രയത്വം, അതേപോലെ തന്നെ ഇന്റർ റിലേഷൻ, അവർ തമ്മിലുള്ള ബന്ധം, ഇതിനെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്, വരച്ചു കാണിക്കുന്നത്, സർക്കുലർ ഫ്ലോയിൽ വരച്ചു കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഡെപിക്ട്സ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള പല മേഖലകൾ തമ്മിലുള്ള പരസ്പര ആശ്രയത്വവും അതേപോലെ തന്നെ പരസ്പര ബന്ധവും അതിനെയെല്ലാം വരച്ച് കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അതിനകത്ത് എഴുതണം. ദ ഇൻകം ഓഫ് വൺ സെക്ടർ വിൽ ബി ദ എക്സ്പെൻഡിച്ചർ ഓഫ് അനദർ സെക്ടർ. ഒരു സെക്ടറുടെ ഇൻകം എന്ന് പറയുന്നത് വേറൊരു സെക്ടറുടെ എന്തായിരിക്കും? എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ആൻഡ് വൈസ് വേഴ്സ, നേരെ തിരിച്ചും. അതായത് ഒരു സെക്ടറുടെ എക്സ്പെൻഡിച്ചർ വേറൊരു സെക്ടറുടെ ഇൻകം ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ ഹൗസ് ഹോൾഡ് സെക്ടർ സാധനങ്ങൾ വാങ്ങിക്കുന്നു ഫേംസിന്റെ കയ്യിൽ നിന്നും. അപ്പൊ നമ്മളാണല്ലോ ഹൗസ് ഹോൾഡ്സ്, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പൊ നമുക്കത് ചെലവാണ് അല്ലേ വാങ്ങിക്കുന്ന സമയത്ത്. പക്ഷെ അവർക്ക് അത്, ഫേംസിന് എന്താണ്, അത് വരുമാനമാണ്. അപ്പൊ നമ്മളുടെ ചെലവ് അവർക്ക് വരുമാനമായി. അപ്പം ഇൻകം ഓഫ് വൺ സെക്ടർ വിൽ ബി ദ എക്സ്പെൻഡിച്ചർ ഓഫ് അനദർ സെക്ടർ. ഒരു സെക്ടറുടെ ഇൻകം വേറൊരു സെക്ടറുടെ എന്തായിരിക്കും? എക്സ്പെൻഡിച്ചർ ആയിരിക്കും. നേരെ തിരിച്ചും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഹൗസ് ഹോൾഡ്സ് എല്ലാം ഫേമിൽ പോയി വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. അപ്പൊ ആ ജോലി ചെയ്യുന്നതിന് ഫേം നമുക്ക് ഇൻകം തരുന്നു, വരുമാനം തരുന്നു അല്ലെ, വേജ് ആയിട്ട് തരുന്നു. അപ്പൊ ആ തരുന്നത് നമുക്ക് ഇൻകം ആണ്, പക്ഷെ ആ ഫേം നമുക്ക് തരുമല്ലോ, ഇങ്ങോട്ടല്ലേ തരുന്നത്. അപ്പൊ അവർക്ക് അതെന്താണ്? എക്സ്പെൻഡിച്ചർ ആണ്. അപ്പം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഒരു സെക്ടർ ഇല്ലെങ്കിൽ ഇനിയൊരു സെക്ടറിന് നിലനിൽക്കാൻ കഴിയില്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർ റിലേഷൻഷിപ്പും റിലേഷനും ആണ് ഇവിടെ പറയുന്നത്. ഇന്റർ ഡിപ്പെൻഡൻസും റിലേഷൻഷിപ്പും. ഇൻകം ഓഫ് വൺ സെക്ടർ വിൽ ബി ദ എക്സ്പെൻഡിച്ചർ ഓഫ് അനദർ സെക്ടർ ആൻഡ് വൈസ് വേഴ്സ, നേരെ തിരിച്ചും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ദേ ആർ ഇന്റർ റിലേറ്റഡ്. ഓരോ സെക്ടേഴ്സും ഇന്റർ റിലേറ്റഡ് ആണ്. ദേ കനോട്ട് ബി എക്സിസ്റ്റ് അല്ലെ. ഒരു സെക്ടറിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല വിത്തൗട്ട് വൺ സെക്ടർ. വേറൊരു സെക്ടർ ഇല്ലാതെ ഇനിയൊരു സെക്ടറിന് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അത്രയ്ക്കും ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് ഓരോ സെക്ടേഴ്സും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ എഴുതാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടതിന് ശേഷം ഇൻട്രൊഡക്ഷൻ എഴുതാം. ഇനി 2 സെക്ടർ ആണെങ്കിൽ ഇവിടെ ഹൗസ് ഹോൾഡും ആരും മാത്രമേ ഉണ്ടാവുള്ളൂ? ഫേംസും മാത്രമേ ഉണ്ടാവുള്ളൂ. 3 സെക്ടർ ആണെങ്കിൽ ഹൗസ് ഹോൾഡും ഫേമും ഗവൺമെന്റും ഉണ്ടാവും. 4 സെക്ടർ ആണെങ്കിൽ ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ് ആൻഡ് ഫോറിൻ സെക്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ 2 സെക്ടറിൽ ആരൊക്കെയാണ്? ഫേമും ഹൗസ് ഹോൾഡും അല്ലെ. ഫേം എന്ന് പറഞ്ഞാൽ ബിസിനസ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ് നമ്മുടെ കുടുംബം, ഗാർഹിക. ഓക്കെ, അത് 2 ഉണ്ടാവുള്ളൂ 2 സെക്ടറിൽ. 3 സെക്ടർ പറയുമ്പോൾ അതിന്റെ കൂടെ ആരും കൂടെ ചേരുന്നുണ്ട്? ഗവൺമെന്റും കൂടെ ചേരും 3 സെക്ടർ മോഡലില്. 4 സെക്ടർ മോഡൽ എന്ന് പറയുന്നത് ആരും കൂടെ ഉണ്ടാവും? ഫോറിൻ സെക്ടറും കൂടെ. വിദേശമായിട്ട് നമുക്ക് റിലേഷൻ ഇല്ലേ അല്ലേ? ഫോറിൻ കൺട്രീസുമായിട്ട് റിലേഷൻ ഇല്ലേ? എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അങ്ങനെ പല കാര്യങ്ങളില്ലേ? അങ്ങോട്ട് നമ്മൾ ജോലിക്ക് പോകുന്നു, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളില്ലേ? ഓക്കെ, അപ്പം ഫോറിൻ സെക്ടർ. അപ്പൊ ഇത് 4 അടങ്ങുന്നതാണ് 4 സെക്ടർ മോഡൽ. അപ്പൊ ഞാൻ ഇവിടെ ബേസിക്കലി 4 സെക്ടർ മോഡലാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയും? 2 സെക്ടറും 3 സെക്ടറും മനസ്സിലാക്കാൻ കഴിയും, ഒന്നാമത്തെ പോയിന്റ്. ഇനി അതുപോലെ 4 സെക്ടർ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇത് 4 സെക്ടർ ആണെന്ന്. ഓക്കെ, ഇനി ഞാൻ 2 സെക്ടറിന് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുകയും ചെയ്യാം. മനസ്സിലായല്ലോ?
ഇനി നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിൽ പോവാം. അപ്പം സെക്ടേഴ്സ്, ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമിയുടെ ഇന്റർ റിലേഷൻഷിപ്പും ഇന്റർ ഡിപെൻഡൻസുമാണ് കാണിക്കുന്നത്. ഒരു സെക്ടറുടെ ഇൻകം ഇനി ഒരു സെക്ടറുടെ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. മനസ്സിലായി? നേരെ തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. ഓരോ സെക്ടേഴ്സും ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റർ ഡിപെൻഡന്റ് ആണ്. ഒരു സെക്ടർ ഇല്ലെങ്കിൽ ഇനിയൊരു സെക്ടറിന് എന്ത് ചെയ്യാൻ കഴിയില്ല, എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇത്രയും ഇൻട്രൊഡക്ഷൻ സർക്കുലർ ഫ്ലോയ്ക്ക് നിങ്ങൾ കൊടുത്തിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇത് വരച്ച് ഈ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ നോക്കിക്കോളൂ, എന്താണ് ഞാൻ ഇവിടെ ആദ്യം നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഫേംസും ഹൗസ് ഹോൾഡ്സും അല്ലെ, രണ്ട് സെക്ടേഴ്സ്. ഈ രണ്ട് സെക്ടേഴ്സിന്റെ കാര്യം മാത്രം പറയാം. ഫേംസ് എന്ത് ചെയ്യുന്നു? ഫേംസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇങ്ങോട്ട് സാധനങ്ങൾ തരും. അതും വേണമെങ്കിൽ നമുക്ക് രണ്ട് ലൈനിൽ വരച്ച് കാണിക്കാം. അത് ഞാൻ 4 സെക്ടർ മോഡൽ ആയതുകൊണ്ട് വരച്ചില്ല. അതായത് ഫേംസിന്റെ കയ്യിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പം കൺസംഷൻ എക്സ്പെൻഡിച്ചർ അങ്ങോട്ട് പോകുന്നു, നമ്മുടെ ചെലവ് അങ്ങോട്ട് പോകുന്നു. പക്ഷെ അത് ആർക്ക് ഇൻകം ആണ്? ഫേംസിന് ഇൻകം ആണ്. ശരിയല്ലേ? അതേപോലെ തന്നെ ഫാക്ടർ പേയ്മെന്റ്സ് ഇങ്ങോട്ട് വരുന്നു. എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് പേ ചെയ്യുന്നത് എമൗണ്ട് ഇങ്ങോട്ടാണ് വരുന്നത്. എങ്ങോട്ടാണ് വരുന്നത്? ഹൗസ് ഹോൾഡ്സിന്. അതായത് ഹൗസ് ഹോൾഡ്സ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എവിടെയാണ് നമ്മൾ പോയി ജോലി ചെയ്യുന്നത്? ഫേംസിൽ. അപ്പം ജോലി ചെയ്യുന്നതിന് ആര് പേയ്മെന്റ് ചെയ്യുന്നു? പേയ്മെന്റ് ഇങ്ങോട്ട് കിട്ടുന്നു, നമുക്ക് ഹൗസ് ഹോൾഡ്സിന് കിട്ടുന്നു. അപ്പൊ ആ ഫാക്ടർ പേയ്മെന്റ്സ് ഇങ്ങോട്ട് വരുന്നു. അത് ഹൗസ് ഹോൾഡ്സിന്റെ എന്താണ്? ഇൻകം ആണ്. അപ്പം നമ്മൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു, അവർ ഇങ്ങോട്ട് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അങ്ങോട്ട് പോകുന്നു, നമ്മൾ വരുമാനം അങ്ങോട്ട്, അതായത് ചെലവ് അങ്ങോട്ട് കൊടുക്കുന്നു. അത് അവരുടെ ഇൻകം ആണ്. അതായത് സാധനങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നു, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഫാക്ടർ പേയ്മെന്റ്സ് എന്താണ്? ഇങ്ങോട്ട് വരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ജോലി ചെയ്യുന്നു ഫേംസിൽ, അതിനുള്ള വരുമാനം നമുക്ക് ഹൗസ് ഹോൾഡ് സെക്ടറിൽ ഇങ്ങോട്ട് വരുന്നു. അപ്പൊ നോക്കൂ, ഹൗസ് ഹോൾഡ് സെക്ടറുടെ എക്സ്പെൻഡിച്ചർ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആരുടെ ഇൻകം ആണ്? ഫേംസിന്റെ. അതേപോലെ ഫേംസിന്റെ ഫാക്ടർ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഫാക്ടർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വേജ് തരിക നമുക്ക് അല്ലെ, അല്ലെങ്കിൽ ലാൻഡിന് നമ്മൾ ലാൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെന്റ്, വേജ് ലേബർ ആയിട്ടുണ്ടെങ്കിൽ വേജ്, ഓക്കെ, ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റ്, ഓക്കെ, നമ്മൾ ആന്റർപ്രണർ ആയിട്ട് നമ്മളല്ല എങ്കിലും അങ്ങനെ നമ്മൾ അതും സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് പ്രോഫിറ്റ്. ആ പേയ്മെന്റ്സ് നമ്മൾ എന്താണ് ഇവിടെ സപ്ലൈ ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ്, അതിനുള്ള പേയ്മെന്റ്സ് ഇതാ ഇങ്ങോട്ട് വരുന്നു. അപ്പം ആ പേയ്മെന്റ്സ് ഇവരുടെ എക്സ്പെൻഡിച്ചർ ആണ് ഫേംസിന്റെ. പക്ഷെ അത് ആർക്ക് ഇൻകം ആണ്? ഹൗസ് ഹോൾഡ്സിന്. ഓക്കെ, ഈ ഒരു റിലേഷനെ ആര് തമ്മിലുള്ളൂ? ഫേംസും ഹൗസ് ഹോൾഡും തമ്മിൽ. അപ്പൊ ഫേംസ് പ്രൊവൈഡ്സ് എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ് സെക്ടർ. അങ്ങനെ തന്നെ എഴുതണം. ഫേംസ് ഹൗസ് ഹോൾഡ് സെക്ടറിന് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് പേ ചെയ്യുന്നു കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ട്. ആ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് ആര് പേ ചെയ്യുന്നു? ഹൗസ് ഹോൾഡ്സ് ഫേംസിന് പേ ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം അത് അങ്ങനെയായി. അത് കഴിഞ്ഞ ശേഷം ഹൗസ് ഹോൾഡ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ഫേംസിന് വേണ്ടിയിട്ട് അല്ലെ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അങ്ങോട്ട് കൊടുക്കുന്നു. അതിന് ആ ഫാക്ടർ പേയ്മെന്റ്സ്, അതിന്റെ വരുമാനം, അതിന്റെ റിവാർഡ് ഇങ്ങോട്ട് വരുന്നു. മനസ്സിലായല്ലോ? അപ്പം ഒരാളുടെ എക്സ്പെൻഡിച്ചർ ഒരാളുടെ ഇൻകം ആയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഹൗസ് ഹോൾഡ് സെക്ടറുടെ എക്സ്പെൻഡിച്ചർ ഫേംസിന് ഇൻകവും, ഫേംസിന്റെ എക്സ്പെൻഡിച്ചർ ഹൗസ് ഹോൾഡ് സെക്ടറിന് എന്തായിരിക്കും? ഇൻകവും ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് 2 സെക്ടർ മോഡൽ എന്ന് പറയുന്നത്. ഇത്ര മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ, ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് ഇത് രണ്ടും മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 സെക്ടർ മോഡലായി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 3 സെക്ടർ മോഡലിലേക്ക് പോവാം. അപ്പം അവിടെ ആര് വരുന്നുണ്ട്? ഗവൺമെന്റ് വരുന്നുണ്ട്. 3 സെക്ടർ മോഡലില് ഈ ഹൗസ് ഹോൾഡും ഫേംസും കൂടാതെ ആരും കൂടെ വരുന്നുണ്ട്? ഗവൺമെന്റും കൂടെ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഗവൺമെന്റ് സെക്ടർ വരുന്നു. അപ്പം ഈ നോക്കിക്കോളൂ. അപ്പം ഇനി 3 കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ നമുക്ക് ഗവൺമെന്റും ഈ ഹൗസ് ഹോൾഡും തമ്മിലുള്ള റിലേഷൻ 3 എണ്ണമാണ് കേട്ടോ. നോക്കിക്കോളൂ. ടാക്സ് പേ ചെയ്യുന്നു ആര്? ഹൗസ് ഹോൾഡ് അല്ലെ. നമ്മൾ ടാക്സ് പേ ചെയ്യണം, ശരിയല്ലേ? ആർക്കാണ്? ഗവൺമെന്റിന്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഇങ്ങോട്ട് തരുന്നു. ആ ടാക്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് സ്കോളർഷിപ്പും ഫ്രീ പെൻഷനും അലവൻസസും അല്ലെ, ഗിഫ്റ്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആര് തരുന്നു? ഗവൺമെന്റ് തരുന്നു. അതാണല്ലോ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് അല്ലെ. യൂണിലാറ്ററൽ പേയ്മെന്റ്സ് വിത്തൗട്ട് എനി റെസിപ്രോസിറ്റി, അതായത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് തരാം. സ്കോളർഷിപ്പ്, എന്തെങ്കിലും അലവൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരില്ലേ? ഗിഫ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പെൻഷൻ, അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ടാക്സ് പേ ചെയ്യുന്നു ഗവൺമെന്റിന്റെ വരുമാനം. ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ പേയ്മെന്റ് തരുന്നു. അത് നമുക്ക് ഇൻകം ആയിട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നു. അതേപോലെ തന്നെ ഫാക്ടർ പേയ്മെന്റ്സ്, നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഗവൺമെന്റിന് സപ്ലൈ ചെയ്യുന്നു. അതിന്റെ പേയ്മെന്റും ഗവൺമെന്റ് ആർക്ക് തരുന്നു? ഹൗസ് ഹോൾഡ് സെക്ടറിന് തരുന്നു. അല്ലെ, ജനങ്ങള് ഗവൺമെന്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നില്ലേ? അതിന് വരുമാനമായിട്ട് ഇങ്ങോട്ട് വരുന്നു ഗവൺമെന്റിന്. മനസ്സിലായോ? ഗവൺമെന്റിന്റെ വരുമാനം ഇങ്ങോട്ട് ഹൗസ് ഹോൾഡിന് വരുന്നു, ശരിയല്ലേ? അപ്പൊ ഗവൺമെന്റും ഹൗസ് ഹോൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ഗവൺമെന്റും ഫേംസും തമ്മിലുള്ള റിലേഷൻ ഒരു 3 എണ്ണം പറയാനുണ്ട്. ഓക്കെ, നോക്കിക്കോളൂ. അതേപോലെ ഫേംസും ആർക്ക് ടാക്സ് പേ ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിന്. സബ്സിഡീസ് കൊടുക്കുന്നു ഗവൺമെന്റ്. പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും സബ്സിഡീസ് ആര് കൊടുക്കുന്നുണ്ട്? ഫേംസ് കൊടുക്കുന്നുണ്ട്. കുറെ ഇളവുകൾ കൊടുക്കുന്നു അല്ലെ. ഫേംസിന് ഗവൺമെന്റ് സെക്ടർ സബ്സിഡീസ് കൊടുക്കുന്നു, ഇങ്ങോട്ട് വരുന്നു. ഓക്കെ,
അതേപോലെ തന്നെ പേയ്മെന്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഫേംസിൽ നിന്നും ഗവൺമെന്റ് സെക്ടർ ചിലപ്പോൾ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യും. അങ്ങനെ ഗവൺമെന്റ് സെക്ടറിന് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് സെക്ടർ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇപ്പൊ ഫേംസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റിന്റെ എന്തെങ്കിലും സർവീസിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ആര് പേ ചെയ്യേണ്ടി വരുന്നു, ഗവൺമെന്റ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ എന്താണ് പറയുന്നത്, ഫേംസ് ഇങ്ങോട്ടേക്ക് പേ ചെയ്യുന്നു കേട്ടോ, ഗവൺമെന്റിന് കിട്ടുന്നു. സോറി, അപ്പൊ പേയ്മെന്റ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഗവൺമെന്റ് സെക്ടറിലേക്ക്. അപ്പം ഇതാണ് 3 റിലേഷൻഷിപ്പ്. ടാക്സ് ഫേംസ് പേ ചെയ്യുന്നു, സബ്സിഡീസ് കിട്ടുന്നു, പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഗവൺമെന്റിന്റെ സർവീസസിനും കാര്യങ്ങൾക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫേംസ് ഗവൺമെന്റിന്റെ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെന്റ് ഇങ്ങോട്ടേക്ക് വരുന്നു. മനസ്സിലായല്ലോ, ഗവൺമെന്റിന് വരുന്നു. അപ്പം അപ്പൊ 3 സെക്ടർ മോഡലായി. ഓക്കെ, ഇങ്ങനെ ഇവര് തമ്മിലുള്ള ഇങ്ങനെ ഒരു റിലേഷൻ, അത് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, അങ്ങനെ കറങ്ങി 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 ഇവര് തമ്മിൽ റിലേഷൻ ആണ്. ശരിയല്ലേ? ഓക്കെ, ഹൗസ് ഹോൾഡ് സെക്ടർ, ഈ ഹൗസ് ഹോൾഡ് ഇവിടെ ഇൻകം ഉണ്ട്, ഹൗസ് ഹോൾഡിന്റെ എക്സ്പെൻഡിച്ചർ ഇവിടെ ഇൻകം ആവുന്നു, ആ ഇൻകം അത് ടാക്സ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു, അത് വീണ്ടും ഇങ്ങോട്ട് അല്ലെ ട്രാൻസ്ഫർ പേയ്മെന്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നു, ഇവര് ടാക്സ് പേ ചെയ്യുന്നു. അങ്ങനെ ഫുൾ ഇന്റർ റിലേറ്റഡ് ആണ്, ഇന്റർ ഡിപെൻഡന്റ് ആണ്. ശരിയാണല്ലോ? അതാണ്, ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഈ 3 സെക്ടർ മോഡൽ വരുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഇവിടെ എഴുതണം, ഫിനാൻസ് മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മോഡലും കൂടെ നമ്മൾ ഇവിടെ എഴുതണം. അത് ഏതൊക്കെയാന്ന് വെച്ചാല്, അത് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പം ഗവൺമെന്റിന്റെ സേവിങ്സ് ഇങ്ങോട്ട് പോകുന്നു, അതേപോലെ തന്നെ എന്താ പറയാ ബോറോയിങ്സ്, ഗവൺമെന്റ് അതായത് എവിടെ നിന്ന് ബോറോയിങ് കിട്ടുന്നു, നമുക്ക് സേവിങ്സ് ഫിനാൻസ് സെക്ടറിലേക്ക് പോകുന്നു, ഇവര് അങ്ങോട്ടേക്ക് എന്ത് കൊടുക്കുന്നു, ബോറോയിങ്, കടം കൊടുക്കുന്നു, ലോൺ കൊടുക്കുന്നു. ശരിയല്ലേ? അപ്പൊ ഗവൺമെന്റ് ഫിനാൻസ് മാർക്കറ്റിൽ നിന്നും കടമെടുക്കുന്നു, അതേപോലെ തന്നെ ഇവിടെ തന്നെ ഗവൺമെന്റ് എന്തും ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ആ ഒരു റിലേഷനും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ 3 സെക്ടർ മോഡലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, 4 സെക്ടർ മോഡൽ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്, ഫേംസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ് സെക്ടർ ആൻഡ് ഫോറിൻ സെക്ടർ. അതാണ് 4 സെക്ടർ മോഡൽ കേട്ടോ. ഈ ഫിനാൻസ് മാർക്കറ്റ് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ഉൾപ്പെടുത്തരുത് കേട്ടോ. അതൊരു മീഡിയേറ്റർ, ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഫോറിൻ സെക്ടർ ആണ്. ഇനി നമുക്ക് ഈ ഹൗസ് ഹോൾഡ്സും ഫോറിൻ സെക്ടറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം ഗവൺമെന്റും ഫോറിൻ സെക്ടറും ഉള്ള റിലേഷൻഷിപ്പ്. ഗവൺമെന്റ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഗവൺമെന്റും ഫോറിൻ സെക്ടറും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് അവിടേക്ക്, ഇമ്പോർട്ട് ഇവിടേക്ക്. ആ റിലേഷൻ മനസ്സിലായല്ലോ? ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഈ ഹൗസ് ഹോൾഡ്സും ഫോറിൻ സെക്ടറും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കോളൂ. ഹൗസ് ഹോൾഡ്സ്, പേയ്മെന്റ്സ് ഫോർ ഇമ്പോർട്ട്സ്, ഇമ്പോർട്ടിന് സാധനങ്ങൾ, ഇമ്പോർട്ടഡ് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു, അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുന്നു. പേയ്മെന്റ്സ് ഫോർ ഇമ്പോർട്ട്സ്, ഇമ്പോർട്ടഡ് ഐറ്റംസിന് സാധനങ്ങൾ അല്ലെ നമ്മൾ പേ ചെയ്യണം, വി ഹാവ് ടു പേ അല്ലെ ഇമ്പോർട്ടഡ് ഐറ്റംസ് നമ്മൾ പേ ചെയ്യണം, അങ്ങോട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ നെറ്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്, പല നെറ്റ് അറ്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്, വിദേശത്ത് നിന്നുമുള്ള ട്രാൻസ്ഫർ പേയ്മെന്റ്സ്, പല ഗിഫ്റ്റും പല കാര്യങ്ങളും നമുക്ക് കിട്ടും ആ ഫോറിൻ സെക്ടറിൽ നിന്നും. അത് എങ്ങോട്ടേക്ക് വരുന്നു, ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നു. ഞാൻ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ, ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഫോറിൻ സെക്ടറിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നു. നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് വാങ്ങിയിട്ട് അങ്ങോട്ട് പേ ചെയ്യുന്നു. ആരോ മാർക്ക് ഉണ്ടല്ലോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടിയുണ്ട്, പേയ്മെന്റ് ഫോർ ഫാക്ടർ സർവീസസ് അല്ലെ. അതായത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫോറിൻ സെക്ടറിൽ വർക്ക് ചെയ്യാറുണ്ട് അല്ലെ, വിദേശം അവിടെ പോയി വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് നമുക്ക് എന്ത് കിട്ടും, അതിന് നമുക്ക് എന്താ കിട്ടുക, ഇങ്ങോട്ടേക്ക് എന്ത് കിട്ടും, ഇൻകം കിട്ടും. ശരിയല്ലേ? ഫോറിൻ സെക്ടറിൽ നിന്നും ഇൻകം കിട്ടും. വിദേശത്ത് പോയി വർക്ക് ചെയ്യുന്നതിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് കിട്ടും, ഇൻകം കിട്ടും. അതാണ് ഫാക്ടർ പേയ്മെന്റ് ഫോർ ഫാക്ടർ സർവീസസ്. ഫാക്ടേഴ്സ് ഓഫ്, അതായത് ജോലി ചെയ്യാൻ നമ്മൾ അവിടെ പോയി ഫോറിൻ സെക്ടറിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവിടെ നിന്ന് ഇൻകം ഇങ്ങോട്ടേക്ക് കിട്ടുന്നു. ശരിയല്ലേ? അപ്പൊ ഈ 3 റിലേഷൻ ആണ് ആരൊക്കെ തമ്മിൽ, ഫോറിൻ സെക്ടറും ഹൗസ് ഹോൾഡ് സെക്ടറും. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്, നമ്മള് ഇമ്പോർട്ടഡ് ഐറ്റത്തിന് അങ്ങോട്ട് പേ ചെയ്യുന്നു. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കില്ലേ, അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പേ ചെയ്യുന്നു, അവരിങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് തരുന്നു, ഗവൺമെന്റ് ഫോറിൻ സെക്ടർ ഹൗസ് ഹോൾഡ് സെക്ടറിന്. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് അതേപോലെ ഫാക്ടർ സർവീസസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നു, ഹൗസ് ഹോൾഡ് സെക്ടർ ഫാക്ടർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതിന് ഫാക്ടർ പേയ്മെന്റ്സ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നു. ഈ 3 റിലേഷൻ മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഫേംസും ഫോറിൻ സെക്ടറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിക്കോളൂ. ഫേംസും ഫോറിൻ സെക്ടറും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കോളൂ. റെസീപ്റ്റ്സ് ഫ്രം എക്സ്പോർട്സ്, അതായത് നമ്മൾ ഇവിടുന്ന് ഈ ഫേംസ് എക്സ്പോർട്ട് ചെയ്യാണ് അല്ലെ വിദേശത്തേക്ക്. ഇതാണ്ടോ, ഇവിടെ നിന്നാണ് ഇങ്ങനെയാണ് വരുന്നത്. ഫേംസ് എക്സ്പോർട്ട് ചെയ്യുന്നു സാധനങ്ങൾ, ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു വിദേശത്തേക്ക്. ഓക്കെ, അപ്പം അതിന് വരുമാനം ഇങ്ങോട്ടേക്ക് വരുന്നു. ആരോ മാർക്ക് കണ്ടോ,
റെസീവ്സ് ഫ്രം എക്സ്പോർട്സ്. ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നു അങ്ങോട്ടേക്ക്, വേണമെങ്കിൽ ആ ഒരു ലൈൻ വരച്ചിട്ട് എക്സ്പോർട്ട് ഒന്നും കൊടുക്കാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല, ഓൾറെഡി എക്സ്പോർട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ എക്സ്പോർട്ടിന്റെ വരുമാനം ഫേംസിന് കിട്ടുന്നു. ഈ ഫേംസ് പ്രൊഡ്യൂസ് ചെയ്ത സാധനം വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, അപ്പം അവിടെ നിന്ന് വരുമാനം കിട്ടുന്നു അല്ലെ, ഇൻകം. റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ വരുമാനമല്ലേ, എക്സ്പോർട്ടിന്റെ പ്രൈസ്. ഇനി നോക്കിക്കോളൂ, പേയ്മെന്റ്സ് ഫോർ ഇമ്പോർട്ട്സ്. എന്താണ് ഇമ്പോർട്ട്സിന്റെ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്? ഇറക്കുമതി ചെയ്തതിന്റെ പേയ്മെന്റ്സ്. അത് ആർക്ക് കിട്ടുന്നു? അത് ആരോ മാർക്ക് അങ്ങോട്ടായിട്ടിരിക്കണം. ആർക്കാ കിട്ടുന്നത്? ഫോറിൻ സെക്ടർ. ഫോറിൻ സെക്ടർ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് അതിലേതെങ്കിലും സാധനം ഫേംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ വരുമാനം ആർക്ക് കിട്ടും? ഫോറിൻ സെക്ടറിന് അല്ലെ, ഇവർ അതിന് പേ ചെയ്യുന്നു. പേയ്മെന്റ്സ് ഫോർ ഇമ്പോർട്ട്സ്. ഓക്കെ, അപ്പൊ പേയ്മെന്റ്സ് ഫോർ ഇമ്പോർട്ട്, അവർ ഇറക്കുമതി ചെയ്ത സാധനത്തിന്റെ പേയ്മെന്റ് അങ്ങോട്ട് പോവുകയും നമ്മൾ കയറ്റി അയച്ച, ഈ ഫേംസ് കയറ്റി അയച്ച സാധനത്തിന്റെ പ്രൈസ് ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. ഇതാണ് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഫോറിൻ സെക്ടറും ഫേംസും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പൊ ടോട്ടലി അപ്പൊ നമുക്കറിയാം, ഇവിടെ താഴെ ഇങ്ങനെ തുടങ്ങുകയാണ്. ഈ വരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എക്സ്ചേഞ്ച് ചെയ്തു. എഗെയിൻ ഇവിടുത്തെ വരുമാനം, ഈ ഗവൺമെന്റിന്റെ വരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ടാക്സ് ആയിട്ട് പോകുന്നു, ട്രാൻസ്ഫർ പേയ്മെന്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നു, ഇവിടെയും ടാക്സ് പോകുന്നു, ഇവിടെ സബ്സിഡി ആയിട്ട് ഇങ്ങനെ കിട്ടുന്നു അല്ലെ, മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഇവിടെയും ഇതേപോലെ നമ്മൾ പലതും പ്രൊവൈഡ് ചെയ്യുന്നു. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈസ് കൊടുക്കണം, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ഇങ്ങോട്ട് പ്രൈസ് തരുന്നു, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഇങ്ങനെ ഉള്ള ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് ആണ് ആരൊക്കെ തമ്മിൽ, ഈ സെക്ടേഴ്സ് തമ്മിലുള്ളത്. അപ്പം ഇത് 2 സെക്ടർ, ഇത് 3 സെക്ടർ ആൻഡ് ഇത് 4 സെക്ടർ. പിന്നെ ഫിനാൻസ് മാർക്കറ്റ് ഇറക്കിയുണ്ട്. അവിടെ ഗവൺമെന്റ് സേവ് ചെയ്യുന്നു, ഗവൺമെന്റ് അവിടെ നിന്ന് ബോറോ ചെയ്യുന്നു, എന്ന് വെച്ചാൽ ഗവൺമെന്റിന് കടം കൊടുക്കുന്നു, മനസ്സിലായോ. ഇതാണ് റിലേഷൻഷിപ്പ്, മനസ്സിലായല്ലോ. അപ്പം ഇത് കംപ്ലീറ്റ്ലി 2 പ്രാവശ്യം കേട്ടിട്ട് നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കണം, വരച്ചിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കണം. ഇതാണ് സർക്കുലർ ഫ്ലോ. ഇനി അതിന്റെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് നമുക്ക് പറയാനുണ്ട്, ലീക്കേജസും ഇൻജക്ഷൻസും. ലീക്കേജസും ഇൻജക്ഷൻസും എന്താണ്? ലീക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന വരുമാനം അല്ലെ. എന്തായിരിക്കും ഈ ലീക്കേജസ് എന്ന് പറയുന്നത്? സേവിങ്സും ഇമ്പോർട്ട്സും ടാക്സും എന്താണ്? ലീക്കേജ് ആണ്. എന്ന് വെച്ചാല് ഇപ്പൊ ഗവൺമെന്റ് സെക്ടർ ഇങ്ങോട്ട് സേവ് ചെയ്യുന്നു, അപ്പൊ അത് ലീക്കേജ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്താണ്? ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു, നമ്മുടെ കയ്യിൽ നിന്നും പൈസ അങ്ങോട്ട് പോവാണ്, അതുകൊണ്ട് അതും എന്താണ്? ലീക്കേജ് ആണ്. ഓക്കെ, അതും എങ്ങനെയാണ്? ലീക്കേജ് ആണ്. അതേപോലെ തന്നെ ഇനി ഒരു കാര്യം കൂടിയുണ്ട്, സേവിങ്സ് ഞാൻ പറഞ്ഞു എന്താണ്? ഇമ്പോർട്ട്സ്. അതേപോലെ ടാക്സ് പേ ചെയ്യുന്നു. ഏത് സെക്ടറിലേക്ക് ടാക്സ് പേ ചെയ്യുന്നു, അതെല്ലാം എന്താണ്? ലീക്കേജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏത് സെക്ടറുടെ കയ്യിൽ നിന്നും അങ്ങോട്ട് പോകുന്ന പൈസ എല്ലാം എന്താണ്? ലീക്കേജ് ആണ്. ഏതൊക്കെയാണ് ആ ലീക്കേജിൽ വരുന്നത്? സേവിങ്സ്, ടാക്സ്, ഇമ്പോർട്ട്. എന്ന് വെച്ചാൽ നമ്മള് സേവ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലല്ല സൂക്ഷിക്കുന്നത്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അറ്റ് ദ ടൈം ഓഫ് സേവിങ് നമ്മൾ അത് അങ്ങോട്ട് കൊടുക്കുക ചെയ്യണം അല്ലെ. അപ്പം അതുകൊണ്ട് എന്താ പറയുന്നത്? സേവിങ്സും ടാക്സും ഇമ്പോർട്ട്സും ഒക്കെ എന്താണ്? ലീക്കേജ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ്. ദെൻ അതേപോലെ തന്നെ ഇൻജക്ഷൻസ് ഉണ്ട്, ഇങ്ങോട്ട് വരുന്നതുണ്ട്. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട്സ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അല്ലെ. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ്, അതല്ലെങ്കിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അതേപോലെ തന്നെ പിന്നെ വേറെന്താണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്സ്. അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനമല്ലേ കിട്ടുന്നത്. അതുപോലെ ഗവൺമെന്റ് സ്പെൻഡിങ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ നമുക്ക് വരുമാനമാണ്, മനസ്സിലായോ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാ പറഞ്ഞാൽ അത് നമുക്ക് ലാഭമല്ലേ, ശരിയല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്താണ്? ഇൻജക്ഷൻസ് ആണ്, ഇങ്ങോട്ടേക്ക് വരുന്ന സാധനം. ഇൻജക്ഷൻ പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തോട്ട് കുത്തിക്കയറ്റുന്നത്, അങ്ങനെ ആ അർത്ഥമാണ് ഇൻജക്ഷൻ അല്ലേ. അപ്പൊ ഇങ്ങോട്ട് വരുന്നതാണ്, മനസ്സിലായോ. അപ്പം ലീക്കേജസ് എന്ന് പറയുന്നത് സേവിങ്സും ഇമ്പോർട്ട്സും ടാക്സും ലീക്കേജ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. പക്ഷെ ഓരോ സെക്ടറുടെ കയ്യിൽ നിന്നും പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എക്സ്പോർട്ടും ഇൻവെസ്റ്റ്മെന്റും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങോട്ടേക്ക് കിട്ടുന്നതാണ്. അത് എന്താണ്? ഇൻജക്ഷൻസ് ആണ്. അപ്പം ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇത് ബാലൻസ് ആവണമെങ്കിൽ ലീക്കേജസ് ഇൻജക്ഷൻസിന് ഈക്വൽ ആവണം. ലീക്കേജസ് ഇൻജക്ഷൻസിന് എന്താവണം? ഈക്വൽ ആവണം. അതായത് ഈ ഇൻവെസ്റ്റ്മെന്റും എക്സ്പോർട്സും ഗവൺമെന്റ് സ്പെൻഡിങ്ങും അത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ അത് എന്തിന് ഈക്വൽ ആവണം? ഈ ഏതൊക്കെയാണ് ലീക്കേജസ് ആയിട്ടുള്ള സേവിങ്സും ഇമ്പോർട്ട്സും ടാക്സും അതിന് ഈക്വൽ ആവണം. അപ്പോഴാണ് ബാലൻസ് ആവുക. ഇനി അതല്ല ഇൻജക്ഷൻസ് കൂടുതലാണെങ്കിൽ നാഷണൽ ഇൻകം വർദ്ധിക്കുമെന്ന് നമുക്ക് പറയാം. പോസിറ്റീവ് ആണ് അല്ലെ. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാര്യങ്ങൾ കൂടുതലാണെങ്കിൽ ബെസ്റ്റ് ആണ്. ഓക്കെ, ഇൻജക്ഷൻസ് കൂടുതലാണെങ്കിൽ. ഇനി അതല്ല ലീക്കേജസ് ആണ് കൂടുതലെങ്കിൽ ഒരിക്കലും അതെന്തല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു സർക്കുലർ ഫ്ലോ അല്ല, മനസ്സിലായോ.
അപ്പൊ സർക്കുലർ ഫ്ലോ ബാലൻസ് ആവണമെങ്കിൽ ലീക്കേജസ് ഷുഡ് ബി ഈക്വൽ ടു ഇഞ്ചക്ഷൻസും ലീക്കേജസും ഈക്വൽ ആവണം. ലീക്കേജസ് സേവിങ്സും ഇമ്പോർട്ട്സും ടാക്സസ് ഒക്കെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് എപ്പോഴും കുറയണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം ഇഞ്ചക്ഷൻസിന്. ഓക്കെ, ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റും എക്സ്പെൻഡിച്ചറും ഗവൺമെന്റ് സ്പെൻഡിങ്ങും ആണ്. അതെല്ലാം ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അപ്പൊ അത് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? അത് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻകം വർദ്ധിക്കും. ഓക്കെ, അപ്പൊ ഒന്നോ ഇത് ഈക്വൽ ആവണം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് കൂടുതലും ലീക്കേജസ് കുറയണം. അപ്പോഴാണ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സർക്കുലർ ഫ്ലോ നമ്മുടെ കൺട്രിയിൽ ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് എളുപ്പം എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ മാക്സിമം 1-2 പ്രാവശ്യം കണ്ടു നോക്കുക. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് 2 സെക്ടർ 3 സെക്ടർ 4 സെക്ടർ എല്ലാം ഏത് ചോദിച്ചാലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയണം. ലീക്കേജസിന്റെയും ഇഞ്ചക്ഷൻസിന്റെയും കാര്യം എഴുതുക. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആ എക്സ്പ്ലനേഷനും കൂടി എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോയുടെ കാണാം. മാക്സിമം ഈ വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. താങ്ക്സ് അലോട്ട്.